നമസ്കാരം. സിനിമാ പത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
നമസ്കാരം. ഞാൻ മമ്മി സെഞ്ചുറി. കഴിഞ്ഞ 2-3 വർഷങ്ങളായി മലയാള സിനിമ എന്നല്ല ലോകം മുഴുവൻ കോവിഡ്-19 കയ്യിലകപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു. ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത് ഇന്നാട്ടിലെ കലാകാരന്മാരാണ്. കല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സിനിമാ മേഖല കലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ്. 2-3 വർഷങ്ങളായിട്ട് കലാകാരന്മാർ കേരളത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം പ്രളയം വന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റേജ് കലാകാരന്മാർക്കും അതുപോലുള്ള കലാകാരന്മാർക്കൊക്കെ ജോലിയില്ലാതായ ഒരവസ്ഥയിലായിരുന്നു. അതിൻ്റെ കൂടെയാണ് കോവിഡ്-19 എന്ന മഹാമാരി വീണ്ടും വന്ന് ഈ കലാകാരന്മാരെ ദുരിതത്തിലാഴ്ത്തിയത്. സിനിമാ തിയേറ്ററുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ സിനിമാ മേഖല മൊത്തം തന്നെ സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയിലുമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മോചിതരായി എന്ന് തോന്നുന്ന ഒരു സമയത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് നമ്മൾ സിനിമ മദ്രാസിലാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും കേരളത്തിലുണ്ട്. ഞങ്ങളൊക്കെ ജൂനിയർ മാൻഡ്രേക്ക്, 5 സ്റ്റാർ ഹോസ്പിറ്റൽ അതുപോലുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഏത് മേഖല വേണമെങ്കിലും അത് നമ്മൾ ചെന്നൈയെ ആശ്രയിച്ച് മാത്രമേ നടക്കുകയുള്ളായിരുന്നു. അന്ന് ഫിലിമിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറുകയും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്റ്റുഡിയോകളും ഇന്ന് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, ഈ സിനിമ രാക്ഷസി എന്ന പേരിൽ ഞങ്ങൾ നിർമ്മിക്കുന്ന രോഷിക എൻ്റർപ്രൈസസിൻ്റെ ബാനറിൽ ശ്രീ പവൻകുമാറും ഞാനും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ചിത്രമാണിത്. അത് ഒരു സുപ്രഭാതത്തിൽ ഒരു സമയത്ത് ശ്രീ പവൻകുമാറിൻ്റെ സ്നേഹിതനാണ്. 10-40 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഞാൻ ഓഡിയോ കാസറ്റിലൂടെ കലാരംഗത്ത് വന്ന ഒരാളാണ്. അതിനു മുമ്പ് സ്റ്റേജ് ഷോകളൊക്കെ നടത്തുമായിരുന്നെങ്കിലും ഒരു ബിസിനസ് മേഖലയായിട്ട് ഓഡിയോ കാസറ്റ് രംഗത്തൂടെയാണ് വരുന്നത്. അന്ന് പവനും ഹോൾസെയിൽ കാസറ്റ് ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അങ്ങനെ 40 വർഷം മുമ്പ് 1982 ശ്രീ പവൻകുമാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ കാസറ്റ് മേഖലയൊക്കെ ഇന്ന് ഡിജിറ്റൽ സംവിധാനത്തിൽ ഓൺലൈൻ വഴി ആയതോടുകൂടി ഞങ്ങൾ കാസറ്റ് മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാലും ഞാൻ സിനിമ നിർമ്മിക്കുകയും പവൻകുമാർ ഈ റൈറ്റുകളെടുത്ത് ഹിന്ദിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ബിസിനസ്സാണ് നടത്തുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പവൻകുമാറിനെ കണ്ടപ്പോൾ OTTയുടെ കാര്യം സംസാരിക്കുകയും പവൻകുമാറിനോട് ഞാൻ ഈ OTTക്ക് വേണ്ടി ചെയ്യാവുന്ന, സിനിമയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന കഥ തന്നെ നല്ല രീതിയിൽ ചെയ്താൽ അത് OTTക്ക് നല്ല ബിസിനസ്സാകുമെന്ന് പറഞ്ഞുകൊണ്ടൊരു സബ്ജക്റ്റ് ഞാൻ പവൻകുമാറിനോട് പറയുകയും പവൻകുമാറിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പവൻകുമാർ OTT കമ്പനിയുമായി ഇത് സംസാരിച്ചപ്പോൾ അവർക്കും ഈ സബ്ജക്റ്റിനോട് വലിയ താല്പര്യം വന്നു. 2 ഫീമെയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. ഒരാൾ ഒരു പ്രതികാരം ചെയ്യാനായി വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയും ആ സിറ്റിയിലെ പോലീസ് കമ്മീഷണറായ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഈ സിനിമയിൽ ഉടനീളം പറയുന്നത്. അപ്പോൾ ഒരു കൊലപാതകം നടക്കുമ്പോൾ അത് അന്വേഷിക്കാനായി വരുന്ന SP കൊലപാതകം ചെയ്യുന്ന പെൺകുട്ടിയും തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം നിൽക്കുന്നത്. 3 ഫൈറ്റുണ്ട്, അതുപോലെ തന്നെ 3 ഗാനങ്ങളുണ്ട്, ഡാൻസുണ്ട്, അതുപോലെ എല്ലാം ചേർന്ന ഒരു സിനിമയാണ് രാക്ഷസി എന്ന ഈ സിനിമ. അപ്പോൾ ഇതിൽ അഭിനയിക്കുന്നത് 2 നടിമാരും ബോംബെയിൽ നിന്നെത്തിയ താരങ്ങളാണ്. ഒന്ന് രുത്വി, ഒന്ന് പ്രീതി. ഈ 2 പേരും മുംബൈയിൽ നിന്നും വന്ന താരങ്ങളാണ്. അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന് തന്നെ വന്ന ഈ വിക്രം, അതുപോലെ മറ്റൊരു വില്ലനും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ ഈ നമ്മുടെ നാട്ടിലെ ഈ കൈലാഷിനെ പോലുള്ള താരങ്ങളും ഈ പടത്തിലുണ്ട്.
റഫീഖ് ചൊക്ലി അതുപോലുള്ള താരങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് അഭിനയിക്കുന്നത്. നല്ലൊരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. അതുപോലെ ക്യാമറ ചെയ്യുന്നത് ഷെട്ടിമണി എന്ന് പറയുന്ന ഒരു ക്യാമറമാനാണ്. അദ്ദേഹം ഇപ്പോൾ 5ാമത്തെ സിനിമയാണ് മലയാളത്തിൽ ചെയ്യുന്നത്. അതുപോലെ എല്ലാം മികച്ച ടെക്നീഷ്യന്മാരാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. ഇത് എന്തായാലും ജനങ്ങൾക്കൊരു എൻ്റർടൈനർ തന്നെയായിരിക്കും. OTT കൂടാതെ തിയേറ്ററിലും റിലീസ് ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി. തിയേറ്ററിലും ഈ ചിത്രം റിലീസ് ചെയ്യും. ഇത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതുപോലെ ഇതിനു മുമ്പും ഞങ്ങളുടെ സിനിമകൾക്ക് തന്ന സപ്പോർട്ട് ഈ സിനിമക്കും തരണം. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. ഇത് ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലുമാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3 ഭാഷകളിൽ കൂടി വരുന്ന ഒരു ചിത്രം കൂടിയാണ്. എല്ലാ ചേരുവകളും ചേർത്താണ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. ഒരു എൻ്റർടൈനർ, പക്ക എൻ്റർടൈനർ സിനിമയായിരിക്കും രാക്ഷസി. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഞാൻ UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, അത് UP സ്കൂൾ മാത്രമായ സ്കൂളാണ്. അവിടെ UPയുടെ മുകളിലേക്കുള്ള ക്ലാസ്സുകളില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ SFI, KSU തുടങ്ങിയ സംഘടനകൾ ഏറ്റവും ശക്തമായി നിൽക്കുന്ന കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ ആ സ്കൂളിലൊരു തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് അന്ന് ജനറൽ സെക്രട്ടറി, ലീഡർ എന്ന് പറഞ്ഞ് 2 പേരെ തിരഞ്ഞെടുക്കും. അപ്പോൾ അന്ന് ലീഡറായിട്ട് ഒരു പെൺകുട്ടിയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന കാലം, ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു. ആ മത്സരത്തിന് ഒരു എതിരാളി വന്നു, ഒരു നോമിനേഷൻ കൊടുത്തു. അങ്ങനെ ആ മത്സരത്തിൽ സ്കൂൾ ജനറൽ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അന്ന് വരെ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ആ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം വന്ന് എന്നെ സമീപിച്ചു. അങ്ങനെ ഞാൻ ആദ്യം ഒരു സംഘടനയിൽ ചേർന്ന് അത് ഞാനിങ്ങനെ പ്രവർത്തിച്ച് 79 UDFിലായിരുന്നു ഞാൻ അന്ന് ചേർന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായി നിൽക്കുന്ന കാലത്താണ് 1978 ശ്രീ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും PC ചാക്കോയും എല്ലാം ചേർന്നുകൊണ്ട് പാർട്ടി, കോൺഗ്രസ് പാർട്ടി LDF ലേക്ക് മാറുവാനുള്ള തീരുമാനമെടുക്കുകയും 1979 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംഘടന പ്രസ്ഥാനമുണ്ടാക്കി അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് മാറുകയും ചെയ്തു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചതാണ്. പക്ഷേ അന്നുണ്ടായ പല നേതാക്കന്മാരും തിരിച്ചുപോയി. നമുക്കറിയാം, ആൻ്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ എല്ലാവരും തന്നെ തിരിച്ചുപോയി. പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് അന്ന് LDFിലോട്ട് വന്നിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോട്ട് വന്നിട്ട് ഇതുവരെ ഞങ്ങൾ ആ പാത തന്നെ പിന്തുടരുകയാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ 100% എനിക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടാറില്ല. കാരണം കലയുമായി ബന്ധപ്പെട്ട്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ പ്രവർത്തനത്തിന് ഉണ്ടാവാറുള്ളൂ. എന്നാലും സ്ഥിരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ആ രാഷ്ട്രീയ പ്രവർത്തനം ഓരോ വ്യക്തിക്കും വേണമെന്ന് പറയുന്ന ആളാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുകയുള്ളൂ. നമ്മൾ വെറും സിനിമയായിട്ട് നടക്കുമ്പോൾ നമ്മൾ സിനിമക്കുള്ളിലെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അസമയത്ത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന സകല സംഭവങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ കഴിയും. ഈ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളിലും നമുക്ക് ഇടപെടാൻ പറ്റും. ഈ സമരങ്ങൾ എന്ന് പറയുന്ന ഇതൊക്കെ ഈ രാജ്യത്ത് ആവശ്യമുള്ളതാണ്, അനാവശ്യ സമരങ്ങളല്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിയാൽ സാധാരണക്കാരന് വളരെ കഷ്ടപ്പാട് തന്നെയാണ്. ശരിക്കും ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു നിശ്ചിത തുക ഒരു മാസം വേണം. സാധാരണക്കാരനെ സംബന്ധിച്ച് അത് ഒപ്പിക്കാൻ പെടുന്ന പാട്, അതുണ്ടാക്കാൻ പെടുന്ന പാട് അത് വളരെ വലുതാണ്. കാശുകാരന് ഇതൊന്നും പ്രശ്നമല്ല. എത്ര രൂപ വില കൂടിയാലും, പെട്രോളിന് 100 രൂപ ആയി. 100 രൂപ ആയപ്പോൾ വലിയ കാശുകാരൻ അത് അറിഞ്ഞിട്ടില്ല.
അവനത് അറിയേണ്ട കാര്യമില്ല. അവൻ്റെ കയ്യിൽ പൈസയുണ്ട്, അവന് 100 രൂപ 100 രൂപ കൊടുക്കും. ഒരു സാധാരണക്കാരൻ, ഒരു കൂലിപ്പണിക്കാരന് വരെ ഇപ്പോൾ സ്കൂട്ടറുണ്ട്. അവനെ സംബന്ധിച്ച് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴാണ് അവന് വിഷമം വന്നത്. എന്താ വെച്ചാൽ ഒരു 700 രൂപ കിട്ടുന്ന അവൻ്റെ ഒരു 100 രൂപ ഒരു ദിവസം പെട്രോളിന് പോവാണ്. അതുപോലെ തന്നെ അരി, പഞ്ചസാര തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ, വലിയ സാധനങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, ഇറച്ചി അതുപോലെയുള്ളതല്ല, സാധാരണ സാധനങ്ങൾക്ക് പോലും ഈ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ അതിന് വില കൂടും. അപ്പം 30 രൂപ കൊടുത്ത് അരി മേടിച്ചു കൊണ്ടിരുന്ന ഒരാൾ 35 രൂപയും അതിന് പയറിന് 5 രൂപ കൂടും. എല്ലാം കൂട്ടി വരുമ്പോൾ 700 രൂപ കിട്ടുന്ന ഒരു കൂലിപ്പണിക്കാരന് അവന് ജീവിതം വളരെ ദുർഘടമായിട്ട് മാറും. അപ്പോൾ അതിനെതിരെ നമ്മളൊരു സമരം ഗവൺമെൻറ്റിനെതിരെ ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. പ്രതികരണശേഷി ഇല്ലാത്ത ജനതയാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ശാപമെന്നാണ് വലിയ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാം നമ്മളെ അടിച്ചേൽപ്പിക്കും. നമ്മൾ പ്രതികരണശേഷി ഇല്ലെങ്കിൽ, നമ്മുടെ ജനതയ്ക്ക് പ്രതികരണശേഷി ഇല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് എന്ത് തോന്നിവാസം ചെയ്യാനുള്ള ഒരു ലൈസൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ രാജ്യദ്രോഹം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കാരണം ഇതാണ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാരനെ വളരെയധികം ബാധിക്കും. അതിനെതിരെ ഒരു സമരം ചെയ്യുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക്, ഞാനീ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു ചെറിയ സമരം നമ്മൾ നടത്തുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ആ സമരത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നെ നേടിയത്. 2 സൈസ് സമരമുണ്ട്. ഒന്ന് അക്രമ സമരം, ഒന്ന് സമാധാനപരമായ സമരം. നമ്മൾ സമാധാനപരമായ സമരം ചെയ്താൽ മതി. ആ സമാധാനപരമായ സമരത്തിനും ഒരു വിലയുണ്ട്. ഇത് കാണുന്നവർക്ക് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് അത് ഒരിക്കലെങ്കിലും ഒരു തോന്നൽ വരും, ഇത് ശരിയല്ല, നമ്മളെ ഇത്ര പേര് നമ്മൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഭരണാധികാരികൾക്ക് കൃത്യം കണക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു രാജ്യത്തെ 80% ആളുകൾ ഒരു നിശബ്ദ സമരം ചെയ്താലും അത് ഭരണാധികാരി അറിയും. ഇൻ്റലിജൻസും മുഖേന അവർക്ക് ആ വിവരം കിട്ടും. ആ വിവരം കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും നാളെ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള അവസരം ചിലപ്പോൾ നഷ്ടപ്പെടും എന്ന് മനസ്സിലാവുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റ് തിരുത്താൻ അവർ തയ്യാറാവും. അപ്പോൾ അതൊക്കെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ അവരുടെ കടമയായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ നമ്മളൊരു അക്രമ സമരം ചെയ്ത് ഇവിടെ രാജ്യത്ത് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സമരം ചെയ്യണമെന്ന് അതിനെ അനുകൂലിക്കുന്ന ആളുകളല്ല ഞാൻ അതിലൊട്ടും ആളല്ല. അപ്പോൾ രാഷ്ട്രീയം ഒരു പൗരന് അത്യാവശ്യമാണ്. അവൻ രാഷ്ട്രീയം അറിഞ്ഞിരിക്കണം, അതിൽ സമയം കിട്ടുമ്പോൾ പ്രവർത്തിച്ചിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. പിന്നെ രാഷ്ട്രീയം ചില മേഖലകളിലൊക്കെ വളഞ്ഞ രീതിയിലൊക്കെ പോകാറുണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതെല്ലാ മേഖലകളിലും അതുണ്ട്. നല്ല ആളുകളുണ്ട്, ചീത്ത ആളുകളുണ്ട്. നല്ല ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക, ചീത്ത ആളുകളെ നമ്മൾ തള്ളിക്കളയുക, ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നല്ലൊരു ജനതയ്ക്ക് കൊടുക്കാവുന്ന ഒരു സംഭാവന തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് NCP എന്ന ദേശീയ പാർട്ടിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആകെ 3-4 സംഘടനകൾക്കേ ദേശീയ അംഗീകാരമുള്ളൂ. അതിലൊരു പാർട്ടി തന്നെയാണ് NCP. അതിൻ്റെ സംസ്ഥാന കലാ സംസ്കൃതി എന്ന് പറയുന്നത് എൻ്റെ സംസ്ഥാന ചെയർമാനാണ്. കലാസാംസ്കാരിക സംഘടനയാണ് NCPയുടെ ദേശീയ കലാസംസ്കൃതി. എൻ്റെ സംസ്ഥാന ചെയർമാനാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയം. കോൺഗ്രസിൽ നിന്ന് ആൻ്റണി ഉമ്മൻചാണ്ടി, PC ചാക്കോ ഉൾപ്പെടെ LDF ഉണ്ടാക്കിയത് അവരാണ്, മനസ്സിലായില്ലേ? ആ LDF ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ പ്രവർത്തിച്ച് തുടങ്ങി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആൻ്റണി ഉമ്മൻചാണ്ടിയൊക്കെ തിരിച്ചുപോയി. അങ്ങനെ കുറേശ്ശെ പോയി ഇതിവിടെ ശുഷ്കിച്ചു. പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് അന്നുള്ളതിൽ ഉള്ളതാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ, AK ശശീന്ദ്രൻ, അങ്ങനെയുള്ളവരൊന്നും പോയില്ല. ഇപ്പോൾ PC ചാക്കോ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു. PC ചാക്കോയും ആൻ്റണിയാണ് ഇത് ഉണ്ടാക്കിയത്. LDF എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. EMSനെ പോയി ഫസ്റ്റ് കാണുന്നത് AK ആൻ്റണിയും PC ചാക്കോ ആണ്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ സതീഷ് വർമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെയാണ് അവതരിപ്പിക്കുന്നത്. ഇയാളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ കുറച്ച് സീനുകളിലുള്ള ഒരു കഥാപാത്രമാണ്. എന്തായാലും ഈ കഥയുടെ ഒരു പ്രധാന ഒരു എലമെൻ്റാണ് ഈ സതീഷ് വർമ്മ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. എന്തായാലും നമുക്ക് പുറത്തുള്ള കുറച്ച് നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈലൊക്കെ വ്യത്യാസമാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ത്രില്ല് വേറൊന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷനിൽ.
എന്തായാലും ഈ സതീഷ് വർമ്മ എന്ന് പറയുന്ന കഥാപാത്രം എന്നാലാവുന്ന വിധം നന്നാക്കി ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാർച്ചിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു സിനിമ. അതും ഇതേപോലെ ഒരു രാത്രിയുടെ കഥ പറയുന്ന സിനിമയാണ്. എന്തായാലും മലയാളത്തിൽ ഒരുപാട് താരനിരകളുള്ള ഒരു സിനിമയാണ്. വളരെ സ്ക്രിപ്റ്റുകൾ കണ്ടന്റിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമ കൂടിയാണ് നൈറ്റ് ഡ്രൈവ്. എന്തായാലും നൈറ്റ് ഡ്രൈവ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊരു സിനിമ പള്ളിമണി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചിത്രാഞ്ജലിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വലിയ സെറ്റ് ഇടുകയും ആ സെറ്റിൽ കുറേ ദിവസം ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ പറ്റി. എന്തായാലും ആ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ജയരാജ് സാറിൻ്റെ ഒരു സിനിമ ഇതിനിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജയരാജ് സാറിനൊപ്പം എന്താ പറയുന്നത്, ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്കൊരു കൂടുതൽ നമ്മളെ തന്നെ തിരിച്ചറിയാനും കുറച്ചും കൂടി ബെറ്റർ ആക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ്. എന്തായാലും പുതിയ പുതിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും എന്താ പറയുക സപ്പോർട്ടുകൾക്കും ഒരുപാട് സന്തോഷം. ഇനിയും കൂടുതൽ ബെറ്ററാക്കി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നല്ല സിനിമകളുമേ മുമ്പോട്ടേക്ക് വരാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ നല്ലത് വരട്ടെ എല്ലാവർക്കും. നമസ്കാരം. എൻ്റെ രാക്ഷസി സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന പ്രീതി ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പ്രീതി ഈ സിനിമയിൽ സുപ്രിയ IPS എന്നുള്ള പോലീസ് ഓഫീസറുടെ വേഷമാണ് ചെയ്യുന്നത്. ഏറ്റവും നന്നായി തന്നെ ശരിക്കും ഒരു പോലീസ് ഓഫീസറുടെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രീതി അഭിനയിക്കുന്നത്. 3 ഫൈറ്റാണ് ഇതിൽ പ്രീതി ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫീമെയിൽ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതുപോലെ 2 ഗുണ്ടകളായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്, പിന്നെ ഒരു സോളോ ഫൈറ്റ് ഉണ്ട്. അതിന് 3 ഫൈറ്റാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് റിസ്ക് എടുത്ത് ഫൈറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് പ്രീതിയുടേത്. ഒരുപാട് നല്ല രീതിയിൽ അത് ചെയ്യുവാനും പ്രീതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അഭിനയം എന്ന് പറഞ്ഞാൽ അത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും വന്ന് ചോദിക്കും എൻ്റെ സീൻ എങ്ങനെയുണ്ട് എന്ന് പറയും. അപ്പോൾ വെരി ഗുഡ് എന്നുള്ള ഇത് കേട്ടില്ലെങ്കിൽ, ഇത് സൂപ്പർ എന്ന് കേട്ടില്ലെങ്കിൽ അത് എടുക്കണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരു ആളാണ് പ്രീതി. വളരെ നന്നായിട്ടുണ്ട്. ബാക്കിയൊക്കെ പ്രീതി. थैंक यू सर, थैंक यू सो मच. सो ये तो मैं इट्स माय प्लेजर और ये मेरा सौभाग्य है कि मुझे मम्मी सर के साथ काम करने मिला. और मम्मी सर इतने अच्छे हैं कि मैं चाहूँगी मेरी हर फिल्म में डायरेक्टर हो तो मम्मी सर हो, क्योंकि इनके साथ काम करने में इतना अच्छा लगा कि लगा ही नहीं कि एक फैमिली जैसी हो जाती है पूरी यूनिट. हमारी जितने भी यूनिट के लोग हैं सारी एक फैमिली जैसी है. तो मेरा ये सौभाग्य कि मुझे ये काम मिला और मुझे इतना बड़ा कैरेक्टर मिला और मैंने इसमें एक्शंस किए हैं और अपना रिएक्शंस एक्सप्रेशंस पूरे दिखाए हैं विथ डायलॉग्स जो कि इतने टफ डायलॉग्स थे. एंड या होप यू गाइज लाइक अस सो मच. थैंक यू मम्मी सर. थैंक यू सर सो मच फॉर गिविंग मी दिस बिग कैरेक्टर. थैंक यू सो मच सर. थैंक यू. तो जैसे मैंने बताया था कैलाश सर ने मुझे काफ़ी सपोर्ट किया हुआ है और उन्होंने मुझे कहा, मैंने सबसे पहले उनसे ये कहा सर से कि मुझे आपकी मूवी देखनी है. तो जो कि मैंने उनका एक्ट देखा सर का मूवी मिशन सी. सो उसमें मुझे काफ़ी मुझे नॉलेज मिला कि भाई इतने अच्छे एक्टर हैं और मुझे इनसे कुछ सीखने मिल सकता है और काफ़ी सीखने मिला. और मैं चाहूँगी मुझे आगे भी अगर काम मिले, ऐसे कोई स्टार्स मिले लाइक मेरी जो को एक्ट्रेस हैं ऋत्वी पटेल. शी इज़ वेरी कोऑपरेट एंड वेरी सपोर्टिव. तो मैं उनके बारे में यही कहूँगी कि मुझे आगे भी उनके साथ काम करने मिले. जितने मुझे को आर्टिस्ट मिले हैं, जितने हमारी टीम में विक्रम सर, निशांत, रफ़ीक सर, कैलाश सर, ऋत्वी एंड ऑल होल राक्षसी यूनिट टीम. आई एम वेरी लकीस्ट पर्सन इन द वर्ल्ड आई थिंक सो, क्योंकि मुझे इतने अच्छे लोग मिले लाइक अ फैमिली मेम्बर दे आ. तो मैं बहुत ज़्यादा खुश हूँ और इस फिल्म को लेकर मैं इतनी एक्साइटेड हूँ कि मेरा दिल तो कर रहा है मैं चढ़ के पहाड़ों पर माउंटेन पर चढ़ के और मैं बोलूँ कि यस वी आर डूइंग मूवी एंड ऑल. वी आर लाइक मैं साउथ मूवी की बहुत बड़ी फ़ैन हूँ और मैं साउथ मूवी करना पसंद करती हूँ. तो मेरा हमेशा से सपना रहा है, मेरे मम्मी पापा का सपना है कि अगर तुम कर रही हो तो मेरी बेटी एक
लेवल पे पहुंचे, एक आगे बढ़े, तो उनको भी, मेरी फैमिली में सारे साउथ मूवीज़ के दीवाने हैं, तो दे आर लाइक कि तू साउथ मूवी ही कर। तो आई वॉज लाइक, तो सबसे पहले मैंने मलयालम मूवी में एंट्री की है, तो होप गाइज यू आर लाइक अस, एंड थैंक यू सो मच होल राक्षसिन टीम, माय मम्मी सेंचुरी सर, पवन सर, रमेश सर, एंड कैलाश सर, रुति, एंड Nishan sir, Vikram sir, and Dharam sir, Param sir, and my costume designer, my Shalini Di, and whole team. Thank you so much. God bless you. God bless us. Take care and be aware with COVID. Thank you so much. Hi, hello, this is Ruti Patel here, and first of all, I want to introduce myself with my real name, Durga Patel, and my screen name is Rutvi Patel. So, मैं हूँ मंडला से, मंडला आता है मध्य प्रदेश में, आप नहीं जानते होंगे, एक छोटी सी सिटी है जहाँ से मैं बिलोंग करती हूँ। मेरे फैमिली में मेरे मम्मी हैं, मेरे पापा हैं, मेरे भाई और मेरी बहन। मेरी सिस्टर इज़ गोइंग टू बी अ डॉक्टर MBBS, एंड माय ब्रदर इज़ ऑल्सो अ सिविल इंजीनियर, एंड आई एम ऑल्सो अ कंप्यूटर साइंस इंजीनियर। बट हाँ, कंप्यूटर साइंस स्टडी के साथ साथ मेरा लगाव, मेरा इंटरेस्ट एक्टिंग में भी था, डांसिंग में भी था। सो दैट्स वाई मैंने ये प्रोफेशन चूज़ किया आफ्टर द स्टडी। और पढ़ना आज भी मुझे बहुत पसंद है, सो आई एम गोइंग टू परस्यू माई हाई स्टडीज़ ऑल्सो। बट हाँ, सेम टाइम में मुझे स्क्रीन के सामने रहना, नए नए कैरेक्टर्स प्ले करते रहना, मेकअप करना, और ये सब कुछ बहुत ही ज़्यादा पसंद है। दैट्स वाई मैंने ये प्रोफेशन चूज़ किया है। और मुंबई मेरा सपना था, कहना चाहिए तो, बहुत टाइम से। तो मैंने मुंबई जाना प्रेफर किया, और मुंबई के बाद मुझे पता ही नहीं चला कैसे आफ्टर ईयर मुझे वहाँ से डायरेक्शन मिला साउथ की तरफ का, और मैं साउथ की तरफ आ गई। और फाइनली मैं अभी यहाँ पे कंटिन्यू हूँ प्रोजेक्ट्स को लेके। अभी मेरा फर्स्ट प्रोजेक्ट मैं कंटिन्यू शूट कर रही हूँ। अपकमिंग मेरे पास 1-2 प्रोजेक्ट्स और डिस्कशंस में हैं, मैं भी वो भी करने वाली हूँ। सो आई थिंक हाँ, इट्स अ बिग थिंग फॉर मी कि कैसे मैंने छोटी सी शुरुआत की थी। मैं एक बहुत सिंपल सी चीज़ बताना चाहूँगी कि आप लोग देखते होंगे इनिशियली जब बच्चे बहुत खुश होते हैं वीडियो बनाकर, तो छोटे छोटे यूट्यूब वीडियोस बनाते हैं। तो इनिशियली मैं यूट्यूब के छोटे छोटे वीडियोस बनाती थी, सम कैरेक्टर प्लेस करती थी, और वही मुझे धीरे धीरे करके मेरी हॉबी में कन्वर्ट हो गया। और फिर मैंने ऑडिशंस देना स्टार्ट किया, और धीरे धीरे मुझे हाँ सेलेक्शंस भी मिलते गए। तो ये मेरे लिए एक बूस्टअप था, ये मेरे लिए एक थी, कहना चाहिए इमोशनल मोमेंट भी था कि मैं जो चाहती थी वो मुझे मिलते भी जा रहा था। सो मेरे ऑडिशंस क्लियर हुए, और मैंने म्यूज़िक वीडियोस करना स्टार्ट किया, वेब सीरीज़ करनी स्टार्ट की, एंड नाउ आई एम हियर कि मैं अभी मूवी की शूटिंग कर रही हूँ। एंड अपकमिंग आई हैव मैनी ऑफ प्रोजेक्ट्स हियर, सो या आई एम सो हैप्पी फॉर इट। ഹായ്, എൻ്റെ പേര് റഫീഖ് ചൊക്ലി. രാക്ഷസി എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ 9ാമത്തെ സിനിമയാണ് രാക്ഷസി. 3 ഫിലിമാണ് റിലീസായത്, ബാക്കി സിനിമ റിലീസാകാൻ കിടക്കുന്നേ ഉള്ളൂ. സെഞ്ച്വറി വിഷൻ മമ്മിക്കയുടെ ഒരു സുഹൃത്തു കൂടിയായി ഞാൻ. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ, അവെഞ്ചേഴ്സ്, കോളേജ് ക്യൂട്ടീസ് എന്നീ ഫിലിമിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. റിലീസാവാൻ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ സെറ്റിൽ നിൽക്കുകയാണ്. ഇതിലൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ബോംബെയിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകളാണ് ഇതിൽ കൂടുതലുള്ളത്. നല്ലൊരു കഥയാണ്, നല്ലൊരു ഫിലിമായിരിക്കും, നല്ലൊരു കാഴ്ചക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഫിലിമായിരിക്കും എന്നുള്ളത് ഉറച്ച വിശ്വാസമുണ്ട്. ഇതാണ് ഇപ്പം സിനിമ കഴിയാറായി, എനിക്ക് 4-5 ദിവസത്തെ ഷൂട്ടിംഗ് കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്കും. അതേപോലെ ഞങ്ങളെപ്പോലുള്ള ചെറിയ വലിയ ആർട്ടിസ്റ്റുകളല്ലാതെ സിനിമ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുക, വിജയിപ്പിക്കുക. ആക്ച്വലി ഞാനൊരു ബിസിനസ്സുകാരനാണ്, പക്ഷേ എനിക്കെൻ്റെ പാഷനായിരുന്നു ഈ അഭിനയം എന്നുള്ളത്. ഒരുപാട് കാലമായിട്ട് അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ മമ്മി സെഞ്ച്വറിയുടെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ സ്ക്രീൻ പ്ലേയിലൂടെ ഈ സിനിമയിലേക്ക് വന്ന്. അതിനു മുമ്പ് വെള്ളം എന്ന സിനിമയിൽ, ജയസൂര്യയുടെ വെള്ളം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. മുമ്പ് എൻ്റെ ആദ്യത്തെ ഫിലിം എന്ന് പറയുന്നത് ഡാം 999, ഒരു ഇംഗ്ലീഷ് ഫിലിമായിരുന്നു. പിന്നെ കാപ്പിരി തുരുത്ത്, 3ാമത്തെ സിനിമയാണ് വെള്ളം. പിന്നെ മമ്മിക്കയുടെ 3-4 സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഓൾറെഡി ഞാൻ പെരുമ്പാവൂരിൽ ബിസിനസ് നടന്ന ആളാണ്. ഇപ്പം മമ്മി സെഞ്ച്വറിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. പെരുമ്പാവൂരിലെ ഈ കലാമേഖലയിലെ ഒരു നിറസാന്നിധ്യമാണ് മമ്മിക്ക. മമ്മിക്കയുടെ കണ്ട് 20ാമത്തെ ഫിലിമോ മറ്റാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായ കണക്ക് എനിക്കറിയില്ല.
മമ്മിക്കായുടെ ആ സെറ്റിങ്സ് വളരെ അടുക്കും ചിട്ടിയോടുള്ള സെറ്റിങ്സാണ്. നമ്മളിപ്പോൾ 25 ദിവസം 30 ദിവസം കൊണ്ടൊരു സിനിമ തീർക്കുമെന്ന് പറഞ്ഞാൽ ആ കൃത്യമായ സമയത്ത് സിനിമ പൂർത്തീകരിക്കുകയും എപ്പോഴാണ് സിനിമ തുടങ്ങാൻ തീരുമാനിച്ചത് ആ സമയത്ത് തന്നെ 1 മണിക്കൂർ പോലും വൈകാതെ കൃത്യമായി തുടങ്ങുകയും ചെയ്യുന്ന ഒരു യൂണിറ്റ് മമ്മിക്കാരുടെ അടുത്ത് മാത്രം കണ്ട്. ഒരുപാട് യൂണിറ്റുകൾ എനിക്ക് പരിചയമില്ലെങ്കിലും ഞാൻ കണ്ട യൂണിറ്റുകളിൽ വളരെ അടുക്കും ചിട്ടയോടുകൂടി പോകുന്ന ഒരു യൂണിറ്റാണ് മമ്മിക്കാട് യൂണിറ്റ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന പാരമ്പര്യമായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് കാലങ്ങളായിട്ട് ഈ മേഖലയിലുള്ളത് കൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ഒരു ധാരണ അദ്ദേഹത്തിന് മുൻപേ ഉള്ളതുകൊണ്ട് വളരെ ഞങ്ങളെപ്പോലുള്ള പുതിയ ആർട്ടിസ്റ്റുകൾക്ക് റിസ്ക് കുറവാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, എവിടെ നിന്ന് എങ്ങനെ ചെയ്യണം എങ്ങനെ എടുക്കണം എന്നുള്ള മറ്റെല്ലാവർക്കും, അത് ക്യാമറാമാൻ ആയാലും മറ്റ് അസോസിയേറ്റ് ഡയറക്ടറായാലും എല്ലാവർക്കും കൃത്യമായ രീതിയിൽ ഉപദേശവും നിർദ്ദേശവും കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ ഷൂട്ടും ഞാനിപ്പോൾ 4 സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഈ 4 സിനിമയിലും കൃത്യമായ സമയത്ത് തന്നെ അത് പടം പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു കഴിവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. नमस्कार सभी को। मेरा नाम है प्रीति गोस्वामी और मैं अपने बारे में ये कहूँगी कि बचपन से ही मुझे एक्टिंग का शौक़ रहा है और मैं उत्तर प्रदेश की रहने वाली हूँ, जो कि मेरी जो फैमिली है बहुत ज़्यादा स्ट्रिक्ट है। मेरी फैमिली में कोई भी फिल्म इंडस्ट्री के बैकग्राउंड से नहीं है, ना मेरे मदर ना फादर, ना मेरे फादर की फैमिली ना मदर की फैमिली। सो मुझे एक्टिंग का हमेशा से, मैं बॉलीवुड की टॉलीवुड की फ़ैन रही हूँ, तो फिर मैं हमेशा देखती रहती थी। तो फिर मैं अपने पापा को कहती थी कि आई वांट टू बी एन एक्ट्रेस। तो मेरे डैड मुझे मना करते थे कि ये लाइन लड़कियों के लिए इट्स नॉट गुड एंड ऑल। सो बचपन से लेके जब मैं 10th स्टैंडर्ड में आई, मैंने तब तक मेरा बहुत ज़्यादा ही पागलपन जो कीड़ा था मेरे अंदर एक्टिंग का, वो हद से ज़्यादा हो गया था। तो फिर मैंने पापा को ये कहा कि पापा अब तो मुझे परमिशन दे दो, क्योंकि आफ्टर मेरे पापा के बिज़नेस लॉस होने के बाद तो सिचुएशंस ऐसी अप्स एंड डाउन्स हो गए कि हमारे जो फाइनेंशियल प्रॉब्लम्स एंड ऑल जो चीज़ें थी तो मिसमैच होने लगी। तो मैंने पापा को कहा मैं कुछ कर सकती हूँ पापा, तो फिर प्लीज़ मुझे अलाउ कर दो। तो पापा ने बोला ठीक है, आपको जो करना है आप करो, लेकिन एक बात याद रखना कि आप उस चीज़ में कभी भी गलत कहीं भी मत फंसना। मैं बोले आई सेड ओके। देन मैं मुंबई से तो मैं बचपन से ही रहती हूँ, लेकिन मैंने इंडस्ट्री में जो हुआ, मैं 2018 से आई एंड आई स्टार्ट मॉडलिंग एंड मुझे मॉडलिंग में काम मिला। तो मेरी जैसे जैसे मेरे पिक्चर्स मुझे मिलते गए तो सब लोगों को मेरे पिक्चर्स काफ़ी अच्छे लगने लगे। दे वर सेड दैट यू आर वेरी फोटोजेनिक एंड ऑल्सो। मेरी प्रोफाइल जो है ऐसे ऐसे करके बढ़ती रही, कास्टिंग वालों के पास और डायरेक्टर्स के पास घूमती रही। तो फिर मैं ऑडिशंस देने जाती थी मुंबई, बेंगलोर में भी मैंने ऑडिशंस दिए हैं, जो कि अभी मेरा एक डन हुआ है कन्नड़ा मूवी एंड राइट नाउ आई एम डूइंग मलयालम मूवी। सो दिस इज़ माय फर्स्ट डेब्यू मूवी इन मलयालम विच इज़ राक्षसी। सो आई एम ग्लैड कि मुझे राक्षसी मूवी मिली और उसमें मुझे बहुत ज़्यादा स्ट्रॉन्ग कैरेक्टर मिला, जो कि है साउथ मूवी में पुलिस का कैरेक्टर को सब भगवान मानते हैं, विच इज़ दे like most character they liked कॉप कैरेक्टर। सो मेरा पहले से बचपन से ही मेरा ये था कि आई ऑलवेज बीन टू बी आई डू द कॉप कैरेक्टर। तो मुझे ये कैरेक्टर मिला और मेरे जो डायरेक्टर सर हैं मम्मी सेंचुरी, दे ही इज़ वेरी नाइस एंड उन्होंने हमें समझाया कि कैसे आपको स्क्रिप्ट पढ़नी है। मलयालम में डायलॉग्स बहुत टफ होते हैं, लेकिन उसको एक्चुअली जब हम मलयालम तो हमें आता नहीं था, लेकिन जब हमें स्क्रिप्ट मिली तो हम बहुत ज़्यादा शॉक्ड हो गए थे एंड आई वाज लाइक कि भाई मैं कैसे इसे बोलूँगी। तो जब उसकी मीनिंग समझाए तो हमारे एक्सप्रेशंस एग्जैक्ट वैसे निकलते थे जैसे हमारे डायरेक्टर सर को चाहिए। तो मुझे नहीं पता था कि इतना टफ स्क्रिप्ट और टफ लैंग्वेज हम कर पाएंगे, और बहुत स्मूथली हो गया बिकॉज ऑफ माय डायरेक्टर्स मम्मी सर एंड माय अर्जुन सर, माय धर्म सर एंड होल राक्षसी टीम। आई थैंक्स टू ऑल माय टीम, दे गिव अस चांस to do this character, a strong character,
cop character. I'm really excited and hope you guys like us so much. Thank you so much. മലയാള സിനിമയുടെ പുത്തൻ വാർത്തകളുമായിട്ടാണ് സിനിമാ പത്രം. ലൊക്കേഷൻ റിപ്പോർട്ടുകൾ, താരസല്ലാപം, സിനിമ റിവ്യൂസ്, ഇന്റർവ്യൂ, ഇതര ഭാഷാ ചിത്രങ്ങളുടെ വിവരണം, സിനിമ സീരിയൽ വാർത്തകൾ നിങ്ങളുടെ കൈകളിലേക്ക് വായനയോടൊപ്പം ദൃശ്യഭംഗിയും നൽകിക്കൊണ്ടാണ് സിനിമാ പത്രം എത്തുന്നത്.